നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CPM-ന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉൾപ്പെടെ 29 കോടിയുടെ സ്വത്തുക്കൾ കൂടി ED കണ്ടുകെട്ടി. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിലുള്ള പൊറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസിന്റെ സ്ഥലവും CPM-ന്റെ 60 ലക്ഷം രൂപയുടെ 8 ബാങ്ക് അക്കൗണ്ടുകളും അടക്കമാണ് ED കണ്ടുകെട്ടിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട സ്വത്തുമരവിപ്പിക്കലിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേത്. CPM-നെ കൂടി പ്രതി ചേർത്താണ് ED അന്വേഷണ സംഘം സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. ജനകീയ ബാങ്ക്. കസ്തൂർബ സഹകരണ ബാങ്കിന്റെ ശതാബ്ദി വർഷാചരണങ്ങളുടെ ഭാഗമായി പോങ്ങനാട് ശാഖയ്ക്കായി പണികഴിപ്പിച്ച മന്ദിരവും ബ്രാഞ്ച് ഓഫീസും സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് S. വിദ്യാനന്ദകുമാർ അധ്യക്ഷനായി. SSLC പരീക്ഷയിൽ 100 മേനി വിജയം നേടിയ പോങ്ങനാട് ഗവൺമെന്റ് ഹൈസ്കൂളിനും കിളിമാനൂർ രാജാരവിവർമ്മ ഗേൾസ് സ്കൂളിനുമുള്ള ഉപഹാരങ്ങളും OS അംബിക MLA വിതരണം ചെയ്തു. സ്ട്രോങ് റൂം ജോയിന്റ് രജിസ്ട്രാർ T. അയ്യപ്പൻ നായർ ഉദ്ഘാടനം ചെയ്തു. കിളിമാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR മനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ T. ബേബി സുധ, GG ഗിരികൃഷ്ണൻ, ബൻഷ ബഷീർ, G. രാധാകൃഷ്ണൻ, M. ഷാജഹാൻ, N. സുദർശൻ, A. ഇബ്രാഹിംകുട്ടി, B. ജയചന്ദ്രൻ, S. ഷിബു, B. പ്രേമചന്ദ്രൻ, R. ഉണ്ണികൃഷ്ണൻ നായർ, N. പ്രകാശ് എന്നിവർ സംസാരിച്ചു. അമ്പലപ്പാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് TV സമ്മാനിച്ചു. ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നാണ് തുക വകയിരുത്തിയത്. ബാങ്ക് പ്രസിഡന്റ് മേജർ രവീന്ദ്രൻ, സെക്രട്ടറി M. മോഹൻകുമാർ എന്നിവരിൽ നിന്നും ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് TV ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി അധ്യക്ഷയായി. K. രാധാകൃഷ്ണൻ, അശ്വതി, P. മുഹമ്മദ് ഖാസിം, സ്മിത, M. സുബ്രഹ്മണ്യൻ, ധനേഷ്, ഡോക്ടർ അനുപമ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഞായറാഴ്ച നടക്കും. പകൽ 2-ന് കുളപ്പള്ളി പള്ളിയാലിൽ ഓഡിറ്റോറിയത്തിൽ മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. P. മമ്മിക്കുട്ടി MLA അധ്യക്ഷനാകും. 2023 ജൂൺ 4-നാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും. 1.72 കോടി ഓഹരി മൂലധനവും 74.06 കോടി നിക്ഷേപവും 61 കോടി ലോണായും ബാങ്ക് നൽകിയിട്ടുണ്ട്. പ്രവർത്തന മൂലധനം 80 കോടിയാണ്. ഹെഡ് ഓഫീസിന് പുറമെ ബാങ്കിന് 3 ബ്രാഞ്ചുകളുണ്ട്. നീതി സ്റ്റോർ, നീതി മെഡിക്കൽസ്, വളം ഡിപ്പോ എന്നിവയുമുണ്ട്. ബാങ്ക് പ്രസിഡന്റ് P. രഞ്ജിത്ത്, സെക്രട്ടറി K. വിനോദ് മേനോൻ, ഡയറക്ടർമാരായ P. A. പത്മജ, P. സോമസുന്ദരൻ, C. ഉണ്ണികൃഷ്ണൻ, R. K. റോജകുമാരി, R. K. രവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കളമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനില ജോജോ രാജിവെച്ചു. ഭരണസമിതി അംഗത്വം ഉൾപ്പെടെയാണ് രാജിവെച്ചത്. UDF ഭരിക്കുന്ന ബാങ്കിൽ 2022 ഫെബ്രുവരിയിൽ പ്രസിഡന്റ് TK കുട്ടിയെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയാണ് അനിലെ ഉൾപ്പെടെയുള്ള
വിമതർ ഭരണം പിടിച്ചത്. അനിലയെ പ്രസിഡന്റുമാക്കി. 13-അംഗ ഭരണസമിതിയിലെ 5 കോൺഗ്രസ് വിമതരും 2 ലീഗ് വിമതരുമാണ് അവിശ്വാസം കൊണ്ടുവന്നത്. തുടർന്ന് അനില, മനാഫ് പുതുവായിൽ, നിസാർ പള്ളത്ത്, KG മോഹനൻ, ജൂലി പയസ് എന്നിവരെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. VK ഇബ്രാഹിം കുഞ്ഞ് പക്ഷക്കാരായ 2 ലീഗ് വിമതരെ ഔദ്യോഗിക പക്ഷമായ അഹമ്മദ് കബീർ വിഭാഗവും പുറത്താക്കി. പുതിയ വിമതരെ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ അനില പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന ഉപാധി വ്യാഴാഴ്ച DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം മുന്നോട്ട് വെച്ചിരുന്നു. അനില രാജിവെച്ചാൽ മാത്രമേ വിമതരെ തിരിച്ചെടുക്കൂ എന്നായിരുന്നു തീരുമാനമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് മധു പുറക്കാട് പറഞ്ഞു. ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് അനില ഭരണസമിതി അംഗത്വം ഉൾപ്പെടെ രാജിവെച്ച് വെള്ളിയാഴ്ച സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് കത്ത് നൽകിയത്.